ചൊക്കന മുപ്പിളി മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം തടയുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും കർഷകരും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം ചൊക്കനയിൽ ചേർന്ന പ്രദേശവാസികളുടെ യോഗം ഇതിനായി ജനകീയ സമിതിക്ക് രൂപം നൽകി. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിൽ വനം ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്ന് ചെയർമാൻ ജോബിൾ വടാശ്ശേരി പറഞ്ഞു. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു വക നടപടികളും സ്വീകരിക്കുന്നില്ല. രാത്രി കാലങ്ങളിലും പകൽ സമയത്ത് പോലും റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. പിള്ളേരെ വരെ സ്കൂളിൽ വിട്ടാൽ വീട്ടിലെത്തിയാലാണ് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര ഭീകരമായ അന്തരീക്ഷമാണ്. ഈ വരുന്ന 23-ാം തീയതി കാലത്ത് ചാലക്കുടി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മേൽപ്പാലത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ DF ഓഫീസിൻ്റെ മുന്നിലേക്ക് ജനകീയ പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വനത്തിനുള്ളിൽ മതിയായ തീറ്റയും വെള്ളവും ലഭ്യമാക്കാതെ വന്നപ്പോഴാണ് കാട്ടാനക്കൂട്ടങ്ങൾ കാടുവിട്ട് റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിക്കാൻ തുടങ്ങിയത്. ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലായി 100-ലേറെ കാട്ടാനകളാണ് ഇങ്ങനെ തമ്പടിച്ചിട്ടുള്ളത്. പകലും രാത്രിയിലും ഒരുപോലെ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനകൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. മുപ്പിളി പുഴയുടെ ഇരുവശങ്ങളിലുമായുള്ള റബ്ബർ തോട്ടങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടമായി തമ്പടിച്ചിട്ടുള്ളത്. റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നുന്നതിനാൽ മരങ്ങൾ നശിച്ചു പോകുകയാണ്. ചൊക്കന, കാരിക്കടവ്, മുപ്പിളി പ്രദേശങ്ങളിൽ മാത്രം 100-ലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷി ഇത്തരത്തിൽ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. മുറിച്ചു മാറ്റുന്ന റബ്ബർ മരങ്ങൾക്ക് പകരം നട്ടുപിടിപ്പിക്കുന്ന തൈകളും ആനകൾ തിന്നു നശിപ്പിക്കുന്നത് തോട്ടമേഖലയിൽ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മനസമാധാനത്തോടെ ജോലി ചെയ്യാനോ റോഡിലൂടെ യാത്ര ചെയ്യാനോ സ്വന്തം കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യാനോ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. വനംവകുപ്പോ സർക്കാരോ ഈ പ്രശ്നത്തിൽ യാതൊരു ഇടപെടലും നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ജനകീയ സമരസമിതി കൺവീനറും തോട്ടം തൊഴിലാളിയുമായ മുഹമ്മദ് അലി പറഞ്ഞു. പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു 5 വർഷം മുമ്പ് വരെ 3-4 ആനകളുണ്ടായത് ഇപ്പോൾ 60-70 ആനകൾ ഓരോ ദിവസവും തോട്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരൊരു പ്രതിഷേധം അനിവാര്യമായ ഘട്ടത്തിലാണ് ഞങ്ങൾ സൂര്യ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് ഇത് സ്വയം ഏറ്റെടുത്ത് ജനങ്ങളത് അംഗീകരിച്ച് ജനങ്ങൾ കൂട്ടത്തോടെ വരുന്നൊരു സമരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വന്യമൃഗങ്ങളെ ഭയന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഭയാനകമായ സ്ഥിതിയാണ് നായാട്ടുകുണ്ട് ചൊക്കന മേഖലയിലുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നായാട്ടുകുണ്ട് പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ സാഹചര്യമാണ്. ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വിട്ടുവരാനും പോകുമ്പോഴെല്ലാം റോട്ടിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ആനകളുടെ നിൽപ്പ് അത് ഞങ്ങൾ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഈ വരുന്ന 23-ാം തീയതി ചാലക്കുടി DFO ഓഫീസിലേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നായാട്ടുകുണ്ട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 23-ന് ചാലക്കുടി DFO ഓഫീസിലേക്ക് പ്രദേശവാസികൾ മാർച്ചും തുടർന്ന് പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കും.